പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തമിഴ്നാട് സേലം നൈനാമല ചന്തയിലെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പൊങ്കലെ കഴിഞ്ഞ് 2 ചന്തയെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല 2 പോത്തും കുട്ടികളെ എടുക്കാൻ നമ്മളെ കൂടെ ആളുണ്ട്. അവർക്ക് കുറച്ച് പോത്തും കുട്ടികളെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പോത്തും കുട്ടികളെ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല കൊമ്പുന്തലൊക്കെ വൃത്തിയുള്ള നല്ല ഹൈറ്റോടെ നീളമൊക്കെയുള്ള നല്ല കുട്ടികളൊക്കെ സെലക്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓടയിൽ വന്ന് നമ്മൾ എപ്പോഴും അതിൻ്റെ വില ചോദിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ച് ഒരു 5 കുട്ടികൾ നിൽപ്പുണ്ട്. ഈ ലാട്ടിൽ ഒരു 5 കുട്ടി നിൽപ്പുണ്ട്. ഒരു 25 മേനിയൊക്കെ വെച്ച് ചോദിക്കുന്നുണ്ട്, 25,000 രൂപ വെച്ച് ചോദിക്കുന്നുണ്ട്. ചന്തയിൽ കന്നുകാലികൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 3 മണി ആയതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചന്തയിലെത്തി, 1:30 ആയപ്പോൾ ചന്തയിലെത്തി. ഇപ്പോഴാണ് ശരിക്കും കന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോത്തുംകുട്ടികളെ കണ്ടപ്പോൾ ആദ്യമായിട്ട് തന്നെ പോത്തുംകുട്ടികളെ എടുക്കാമെന്ന് വിചാരിച്ചു. 25 മേനിയാണ് ചോദിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കൊമ്പൻ തലയൊക്കെ വൃത്തിയുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർ പറയുന്ന വില നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവർ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് വില പറയാൻ പറ്റത്തില്ല. നല്ല കുട്ടികൾ തന്നെയാണ്. ഇവിടെ കുറച്ച് മുരിക്കുട്ടികളും പൈക്കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത വല്ല പോത്തുകുട്ടികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നറിയാൻ വേണ്ടി. നല്ല സൈസ് കാളതാ ഇവിടെ നിൽപ്പുണ്ട്. അടിപൊളി കാള തന്നെ. ഇതിൻ്റെ അമ്മ നല്ല ഹൈറ്റ് ഇവിടെ ഉള്ള ഒരു 3 ഇഞ്ചിലൊക്കെ വരുന്ന സൈസ് കാളയാണ്. ഇത് ആരൊക്കെയുള്ളതാണെന്ന് അറിയില്ല. അവരിത് ഇവിടെ വണ്ടിയുടെ സൈഡിൽ കെട്ടിയിരിക്കുകയാണ്. കാണാൻ തന്നെ ഒരു ചന്തം തന്നെയാണ്. അങ്ങേ ഏറ്റവും 2 നിൽപ്പുണ്ട്. ഇവിടെ 2 പോത്തുകുട്ടികൾ നിൽപ്പുണ്ട്. അപ്പോൾ അതിന് വില പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ 2 കൂടി 60 രൂപ ചോദിക്കുന്നുണ്ട്. 2 കുട്ടികൾ കൂടി 60 രൂപയാണ് ചോദിക്കുന്നത്. 60,000 രൂപ ഒരു 2 കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വില പറഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ അത് കച്ചവടം നടക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അവർ ഒരു വില പറഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു വില പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കച്ചവടത്തിന് വാങ്ങുന്നതുകൊണ്ടാണ് ഞാൻ വില ഉൾപ്പെടുത്താത്തത്. ഇന്നും നല്ല വില ഉണ്ടെന്ന് തോന്നുന്നു ചന്തയിൽ. ശരിക്ക് കന്നാലികൾ ഇറങ്ങി തുടങ്ങിയിട്ടില്ല. അതിൻ്റെ ഒരു വിലക്കയറ്റം ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ചന്തയ്ക്കൊന്നും നമ്മൾ വന്നില്ലായിരുന്നു, പൊങ്കലായതുകൊണ്ട്. നല്ല 2 കുട്ടികൾ തന്നെയാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് കിടന്നിലൊക്കെ ഉള്ള കൊമ്പന്തലയൊക്കെ വൃത്തിയുള്ള 2 കുട്ടികൾ തന്നെയാണ്. ഓക്കെ, അത് കച്ചവടമായിരിക്കുകയാണ്. നമ്മൾ അതിനെ അടിച്ച് പിടിച്ച് വാങ്ങിയിരിക്കണം. അതിൻ്റെ കൂടെ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു, അതിനെ എടുത്തിട്ടില്ല. ഈ 2 മീഡിയം സൈസ് 2 കുട്ടികളാണ് എടുത്തിരിക്കുന്നത്. അതിനെ അത് കൊണ്ടുപോട്ടെ. അങ്ങനെ നമ്മൾ കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. 2 എണ്ണത്തിനെയും കൂടി വാങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു 7 എണ്ണം ആയിട്ടുണ്ട് എടുത്തത്. നമ്മൾ നേരം വെളുത്തതിന് ശേഷം എല്ലാത്തിനെയും നമ്മൾ ഒരുമിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നല്ല വൃത്തിയുള്ള 2 കുട്ടികൾ തന്നെയാണ്. ഇവിടെയൊക്കെ കാളയും മൂരിയും പശുക്കളൊക്കെ നിൽപ്പുണ്ട്. ഈ ഭാഗത്ത് ഒരു 4 മണിയായതേ ഉള്ളൂ. ചന്തയിൽ ശരിക്കും കന്ന് വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഒരു 5 മണിയോടുകൂടി എല്ലാ കന്നുകളും വന്ന് കയറും. വന്നാലും വന്നില്ലെങ്കിലും 5 മണി വരെ ഉള്ളു ഇവിടെ കന്ന് കയറ്റം ചന്തയിൽ. പശുക്കളൊക്കെ താഴെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. ഇടക്കറ പശുക്കളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ അങ്ങ് കന്നുകൾ നിൽപ്പില്ല ചന്തയിൽ. ഇനി വന്നാലേ ഉള്ളു. 4 മണി കഴിഞ്ഞതേ ഉള്ളു. അപ്പോൾ ഇനി 1 മണിക്കൂറിനുള്ളിൽ എന്തുമാത്രം കന്ന് വരും അതനുസരിച്ചായിരിക്കും ചന്തയിൽ വില കയറ്റം ഇറക്കുമൊക്കെ. നല്ല പശുക്കളൊക്കെ നിൽപ്പുണ്ട്. ഇടക്കറ പശുക്കളൊക്കെ നിൽപ്പുണ്ട്. പശുക്കുട്ടികൾ നിൽപ്പുണ്ട്. ഏകദേശം 2 വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു പശുവാണ്. പോത്തും കുട്ടികൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ചോദിക്കുന്നത് 15 രൂപയാണ് ഒരു പോത്തും കുട്ടിക്ക്. ഇവിടെ നല്ല അടിപൊളി കുട്ടികൾ നിൽപ്പുണ്ട്. 26 രൂപയാണ് ചോദിക്കുന്നത്. 26 രൂപ ഈ ഒരു പോത്തും കുട്ടിക്ക് ചോദിക്കുന്നുണ്ട്. 26,000 രൂപയാണ് ചോദിക്കുന്നത്. നമ്മൾ 18 രൂപ വരെ പറഞ്ഞിരിക്കുകയാണ്. 18,000 രൂപ വരെ പറഞ്ഞു. നല്ല അടിപൊളി ഒരു കുട്ടി തന്നെയാണ്, ഒന്നും പറയില്ല. സൂപ്പർ ഒരു കുട്ടി തന്നെ. പക്ഷെ അവർ നമ്മളെ വിലയ്ക്ക് വരുന്നില്ല. ഒരു 23 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയണത്. ചന്തയിൽ കന്നാലികൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ലൊരു കുട്ടിയായിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു കുട്ടി ഇപ്പോണ്ട്. അങ്ങനെ നമ്മൾ വാങ്ങിയ പോത്തും കുട്ടികളെല്ലാം വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നീലിരവിയുടെ ഒരു കുട്ടിയെ നമ്മൾ പൊക്കിയിട്ടുണ്ട്, പോത്തും കുട്ടിയെ. നീലിരവി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണത്. ഏകദേശം ഒരു 9 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത്രയും സമയമായിട്ട്. വില കൂടുതൽ തന്നെയാണ് ഇന്നും ചന്തയിൽ. എല്ലാ കന്നാലികൾക്കും വില കൂടുതൽ തന്നെയാണ്. നമ്മൾ വിചാരിച്ച കണക്കുള്ള കന്ന് ചന്തയിൽ കയറിയില്ല. പോത്തും കുട്ടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു. നാടൻ പോത്തും കുട്ടികളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം എടുത്ത് നമ്മളൊരു എരുമക്കുട്ടിയെ എടുത്ത്, നല്ലൊരു സൈസ് എരുമക്കുട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. എരുമക്കുട്ടിയെ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ കൊല്ലത്തേക്ക് പോകുന്ന വണ്ടിക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ തന്നെ കൊല്ലത്ത് എത്തുന്നതാണ്. നീലിരവിയുടെ നല്ലൊരു കുട്ടിയാണ്.
ഒരു കൊമ്പിൽ ആ നീല കളറൊക്കെ അടിച്ച് കളഞ്ഞ്, അതുകൊണ്ടാണ് അതൊക്കെ ഇനി ചുവണ്ടി റെഡിയാക്കി വൃത്തിയാക്കി എടുത്താൽ മതി, റെഡി ആയിക്കോളും. അങ്ങനെ ഇനി കുറച്ച് കർണാടക, തമിഴ്നാട് നാടൻ പോത്തുകൾ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. കുറച്ച് ചോദിക്കുന്ന 18-20 രൂപയൊക്കെയാണ് ഓരോന്നിന് ചോദിക്കുന്നത്. ഇതൊക്കെ കച്ചവടം കഴിഞ്ഞാണ് വലിയ പോത്തുകൾ. പക്ഷെ അതിലും വിൽപ്പനയ്ക്കായിട്ട് കുറച്ച് പോത്തുകൾ നിൽപ്പുണ്ട്. ഇത് കൊമ്പും തലേന്നും അത്യാവശ്യം വൃത്തിയുള്ളതല്ല, ചുമ്മാ വെറുതെ ഇട്ട് വളർത്താം എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ കുറച്ച് എരുമക്കുട്ടികൾ നിൽപ്പുണ്ട്. ഒരു 15 രൂപ 18 രൂപയൊക്കെ ചോദിക്കുന്ന എരുമക്കുട്ടിയുണ്ട്. 12,000 ചോദിക്കുന്ന എരുമക്കുട്ടികളുണ്ട്. പല റേറ്റിനുമുള്ള എരുമക്കുട്ടികൾ ഇതായി ഭാഗത്ത് നിൽപ്പുണ്ട്. പല റേറ്റിനുള്ള എരുമക്കുട്ടികൾ നിൽപ്പുണ്ട്. 30,000 ചോദിക്കുന്ന എരുമക്കുട്ടികളുണ്ട്, പോത്തുണ്ട്, എല്ലാം നിൽപ്പുണ്ട്. എന്തായാലും ഏകദേശം കച്ചവടം കഴിയാറായി. 7:30 മണിയായി. ഇനി കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിട്ട് നമ്മൾ ഇനി നേരെ ചന്തയിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇത്രയും പോത്തുകുട്ടികൾ ഇനിയും വിൽപ്പനയ്ക്കായിട്ടുണ്ട്. നാടൻ പോത്തുകുട്ടികളാണ് നിൽക്കുന്നതെല്ലാം. ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊക്കെ നല്ല കുട്ടികളൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നത്. അവിടെ നല്ല പൈക്കുട്ടികളും മോരിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. പൈക്കുട്ടികളും മോരിക്കുട്ടികളും 10 രൂപ 12 രൂപ 17 രൂപയൊക്കെ ചോദിക്കുന്ന മോരിക്കുട്ടികളും പശുക്കുട്ടികളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. നാടൻ പശുക്കുട്ടികൾ, ഇവിടെ തമിഴ്നാട്ടിലെ ഉള്ള പശുക്കുട്ടികളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. HFൻ്റെ പശുക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. പല റേറ്റിലുള്ള കുട്ടികളുണ്ട്. ഇന്ന് കുറവായിരുന്നു കന്നുകാലികൾ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നല്ല കുട്ടികളൊക്കെ ഇവിടെ കാണേണ്ടതാണ്. വിലയും കൂടുതൽ, കന്നും കുറവായിരുന്നു. ഒരു പശുക്കുട്ടി ഇത് അവിടെ നിൽപ്പുണ്ട്. ഈ ഭാഗത്ത് കുറച്ച് പൈക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. മാട്ടുപ്പൊങ്കൽ കഴിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു മിക്കുള്ള കന്നുകാലിയുടെ പുറത്തും അവർ കളറൊക്കെ തേച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചന്തയിൽ. പൊങ്കൽ കഴിഞ്ഞിട്ടായിരിക്കും. ഇടക്കറവ് പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത്. ഇടക്കറവ് പശുക്കളാണ്. 5 ലിറ്റർ 8 ലിറ്ററൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് നിൽക്കുന്ന നല്ല പശുക്കൾ നിൽപ്പുണ്ട്. പക്ഷെ അവർ പറയുന്ന പാലൊന്നും കിട്ടത്തില്ല. കൊണ്ടുവന്ന് വൃത്തിയാക്കി എടുത്താൽ അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള പാലൊക്കെ കിട്ടും. ഈ കറുത്ത പശുവിന് അവർ 47 രൂപ ചോദിച്ച്. ചന്തയ്ക്കകത്തോട്ട് ഒന്നുകൂടെ വന്നിരിക്കുകയാണ്. വല്ല പോത്തും കുട്ടികളൊക്കെ ഈ ഭാഗത്തുള്ള നിൽപ്പുണ്ടോയെന്നറിയാം. ഒരു 80-100 കിലോയ്ക്ക് അടുത്ത് വരുന്ന മുരിക്കുട്ടികളൊക്കെ കിട്ടുമെന്നറിയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പശുക്കളെ പുറത്ത് കളറൊക്കെ തേച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒന്ന് മാട്ടുപ്പൊങ്കലൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും നല്ല സൈസ് കാളയും മൂരിയും പശുക്കളൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഇതൊരു ഡേഞ്ചർ സാധനമാണെന്ന് തോന്നുന്നു. കുത്താനായിട്ട് ഓടിക്കുന്നുണ്ട്. ഡബിൾ കയറിലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അതിന് പേടിയാവുന്ന എൻ്റെ അടുത്ത് പോയി ഒന്ന് വീഡിയോ എടുക്കാൻ തന്നെ. എല്ലാ സൈസ് ഉരുക്കളും വരുന്നുണ്ട്. പക്ഷെ നല്ല വിലയുണ്ട് ചന്തയിൽ. എല്ലാ സൈസ് ഉരുക്കളും വരുന്നുണ്ട്. 50,000 ഒക്കെ ചോദിക്കുന്ന, 45,000 ചോദിക്കുന്ന എല്ലാം വരുന്നുണ്ട്. അതിന് 45 രൂപയാണ് ചോദിക്കുന്നത്. ആ ജല്ലിക്കെട്ട് സൈസിനെ 45 രൂപയാണ് ചോദിക്കുന്നത്. ചെറിയൊരു മൂരിക്കുട്ടിയാണ്. അതിന് 45 രൂപയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ് കച്ചവടം നടക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. കാങ്കയത്തിൻ്റെ ഒരു മൂരിക്കുട്ടനെ കൊണ്ട് പോകുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് കന്നുകാലികളൊന്നും ഇല്ല. ഒരു ഗീറിൻ്റെ ഒരു പൈക്കുട്ടി ഇതാ അവിടെ നിൽപ്പുണ്ട്. ഗീറിൻ്റെ പൈക്കുട്ടി നമ്മളൊരു സുഹൃത്തിന് വേണ്ടി ചോദിച്ചിരിക്കുകയാണ്. വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാവുമെന്നറിയില്ല. അവർ കയറൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട്. കച്ചവടം നടക്കില്ല എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. അവർ കയറൊക്കെ അഴിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലും വേറെ നിൽപ്പുണ്ട്. ഇവിടെ പിന്നെ വക്കാണി, വട്ടക്കയറ്, മൂക്കയറ്, മോറക്കയറ് ഇതെല്ലാം ഇവിടെ കിട്ടും. നമ്മൾ കുറച്ച് കയറൊക്കെ മേടിച്ചിട്ടുണ്ട്. എല്ലാം കൊടുത്തിരിക്കുകയാണ്. ആർക്കെങ്കിലും മോറക്കയറൊക്കെ ആവശ്യമുള്ള റെഡ് പല സൈസിലുള്ള കയറുമുണ്ട്. ആരെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ പാക്കറ്റ് കണക്കിന് വാങ്ങി അയച്ചു തരുന്നതാണ്. കൊറിയറായിട്ടോ അല്ല വണ്ടിക്കാരെ ഏൽപ്പിക്കുന്നതാണ്. ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. വില കുറച്ച് കിട്ടും. 20 പീസാണ് ഒരു കവറിൽ വരുന്നത്. 550 രൂപയാണ് റേറ്റ്. 550 രൂപ റേറ്റ്. 20 പീസാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടത്.
അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇനിയും കുറച്ച് പശുക്കുട്ടികളും മുരിക്കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും നമ്മൾ കയറൊക്കെ വാങ്ങി ചന്തയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇനി നിന്നാൽ ട്രെയിൻ മിസ്സാവും. 10 മണിക്കാണ് ട്രെയിൻ. അതിനു മുമ്പ് അങ്ങനെ തന്നെ. ഇനി ഇവിടെ നിന്ന് ഒരു മണിക്കൂറുണ്ട് ബസ്സിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ. നല്ല കൊച്ചു കുട്ടികളൊക്കെ നിൽപ്പുണ്ട്. ചെറിയ കുട്ടികളാണ് ഈ നിൽക്കുന്നതെല്ലാം. ₹10,000 ഒരു കുട്ടിക്ക് ചോദിക്കുന്നത്. 10 രൂപ. 7 രൂപ പറഞ്ഞ് നമ്മുടെ ഏജൻറ്റ് ചെന്ന്. പക്ഷേ അതിന് കൊടുക്കില്ലെന്നാണ് പറഞ്ഞത്. 9 രൂപ കുറച്ച് കൊടുക്കില്ലെന്നാണ് പറയുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. പല സൈസിലുള്ള കുട്ടികളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ ചന്തയിൽ നിന്ന് ഇറങ്ങുകയാണ്. അയ്യോ, മുഴി കുട്ടികളൊക്കെ. ഇനിയും കുറച്ച് പോത്തും കുട്ടികളും വലിയ എരുമയൊക്കെ അവിടെ കച്ചവടത്തിനായിട്ട് നിൽപ്പുണ്ട്. നമ്മളെന്തായാലും ചന്തയിൽ നിന്ന് ഇറങ്ങുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ്. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. നല്ല കിടിലം വീഡിയോകൾ എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോയുമായി കാണുമ്പോഴേക്കും ഓക്കെ, ബായ്.